സർവപാപനാശിനിയാണ് ശബരിമല സന്നിധാനത്തെ ഭസ്മക്കുളം എന്നാണ് വിശ്വാസം. ഇതിന് പ്രാധാന്യം ഏറെയാണ്. ഭസ്മക്കുളത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഭക്തരെ ഭഗവാന് സ്വയം സമർപ്പിക്കുന്ന കഠിന വഴിപാടായ ശയന പ്രദക്ഷിണം ഭസ്മക്കുളത്തിൽ മുങ്ങി തോർത്താതെ വന്നാണ് ശബരിമലയിൽ നടത്തുക. അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയും തൊഴുത ശേഷം ഇവിടെ എത്തി സ്നാനം ചെയ്യുന്ന പതിവുമുണ്ട്. ഭസ്മക്കുളത്തിൽ കുളിച്ച ശേഷം തിരികെ പോയി നെയ്യഭിഷേകം നടത്തുന്നവരുമുണ്ട്. 18 വർഷമായി ശബരിമലയിൽ എത്തുന്നവർ ഭസ്മക്കുളത്തിൽ സ്നാനം ചെയ്ത ശേഷമാണ് തെങ്ങിൻ തൈ വയ്ക്കുക. തപസ്വിനിയും കന്യകയുമായിരുന്ന ശബരി യാഗാഗ്നിയിൽ ദഹിച്ച സ്ഥാനത്താണ് ഭസ്മക്കുളം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് സങ്കല്പം. അതിനാലാണ് ഇവിടുത്തെ സ്നാനം പാപനാശകമാണ് എന്ന് കരുതപ്പെടുന്നത്. സ്നാനശേഷം അയ്യപ്പ ദർശനം നടത്തിയാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്ന വിശ്വാസവുമുണ്ട്. സ്വാമി അയ്യപ്പനെ കുറിച്ചുള്ള ഏത് പരാമർശത്തിലും വിഷയമാകുന്നതാണ് ഭസ്മവും കർപ്പൂരവും നെയ്യും നെയ്യഭിഷേകവും ഒക്കെ. ഭസ്മവും ഭസ്മക്കുളവും സംബന്ധിച്ച ഐതിഹ്യവും വിശ്വാസവും സങ്കല്പവും സംബന്ധിച്ച ചില വിശേഷങ്ങൾ ഇങ്ങനെയാണ്. ക്ഷേത്രമുണ്ടായ കാലത്തുണ്ടായ ഒട്ടേറെ കിണറുകൾ സന്നിധാനത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് കുടിക്കാനും കുളിക്കാനും വെള്ളം ഉപയോഗിച്ചിരുന്നു. വിഖ്യാതമായ ഭസ്മക്കുളം കൂടാതെ പാത്രക്കുളം എന്ന പേരിൽ ഒരു കുളവും ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ചില കിണറുകൾ കുളങ്ങളാക്കി. കുറേ കിണറുകൾ സ്ലാബിട്ടു മൂടി. പിന്നീട് ഭസ്മക്കുളവും പാത്രക്കുളവും മാത്രം പ്രത്യേകം കല്ല് കെട്ടി സംരക്ഷിച്ചു. പാത്രക്കുളത്തിൽ പാത്രങ്ങൾ കഴുകുന്നതിനും സോപ്പ് ഉപയോഗിക്കുന്നതിനും ആദ്യകാലത്ത് അനുവാദമുണ്ടായിരുന്നു. എന്നാൽ ഭസ്മക്കുളത്തിൽ ഇതൊന്നും അനുവദിച്ചിരുന്നില്ല. കുളത്തിൽ ധാരാളം നീരുറവകൾ ഉണ്ടായിരുന്നതുകൊണ്ടും കുമ്പളം തോട്ടിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി വെള്ളം വിട്ടിരുന്നതുകൊണ്ടും ഈ കുളത്തിലെ വെള്ളം മലിനമാകാറില്ലായിരുന്നു. തപസ്വിനിയും കന്യകയുമായ ശബരി യാഗാഗ്നിയിൽ ദഹിച്ച സ്ഥാനത്ത് ആ സ്മരണയ്ക്ക് എന്ന സങ്കല്പമാണ് ഭസ്മവാഹിനിയായ ഈ ദിവ്യകുളത്തിന്. ഈ തീർത്ഥത്തിലെ സ്നാനം പാപനാശ കാരണമാകുമെന്നാണ് ഐതിഹ്യം. എന്നാൽ സന്നിധാനത്തിൽ തിരക്കേറിയതോടെ തീർത്ഥാടകരുടെ ഉപയോഗക്കൂടുതൽ നിമിത്തം ഭസ്മക്കുളം മലിനമായി. 1952 ക്ഷേത്ര പുനർനിർമ്മാണത്തിന് ശേഷമാണ് ഭസ്മക്കുളം കെട്ടിവെടുപ്പാക്കിയത്. ഈ കുളത്തിൽ കുളിച്ച് ഇറനോടെയാണ് അയ്യപ്പന്മാർ തിരുമുറ്റത്ത് ശയനപ്രദക്ഷിണം നടത്തിയിരുന്നത്. കുളം ഉറവ വറ്റാത്തതാണ്. ഇപ്പോൾ ജലം മലിനമാകുമ്പോൾ അത് പമ്പ് ചെയ്ത് പുറത്ത് കളയാറുണ്ട്. അതിനുശേഷം ശുദ്ധജലം നിറയ്ക്കാറുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കുളം മൂടി മറ്റൊന്ന് കുഴിക്കാം എന്ന അഭിപ്രായം ദേവസ്വം അധികാരികളിൽ നിന്നുണ്ടായി. വിശ്വാസവും ഐതിഹ്യവും മാനിക്കാത്തവർ എക്കാലത്തും ഉണ്ടാകുമല്ലോ. എന്നാൽ പലതരത്തിലുള്ള എതിർപ്പുകളെ തുടർന്ന് അന്ന് ആ നിർദ്ദേശം നടപ്പായില്ല. 1987 വരെ പല സ്ഥലങ്ങളിലും കുളം കുഴിക്കാൻ സ്ഥാനം നോക്കി എങ്കിലും ഉറവ കണ്ടില്ല. 1987 കൃത്രിമമായി കുളം കുഴിക്കുകയും മുൻപുണ്ടായിരുന്ന കുളം മണ്ണിട്ട് നികത്തുകയും ചെയ്തു. ഭസ്മക്കുളത്തിൽ മുങ്ങിയുള്ള ശയനപ്രദക്ഷിണം നേരത്തെ എല്ലാ സമയവും നടത്താമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനും നിയന്ത്രണമുണ്ട്. ഹരിവരാസനം കഴിഞ്ഞ് നട അടച്ച ശേഷമാണ് ഇതിനുള്ള അവസരം. ഭസ്മക്കുളത്തിൽ എണ്ണയും സോപ്പും ഉപയോഗിക്കരുതെന്നും വസ്ത്രം ഉപേക്ഷിക്കരുതെന്നും നിബന്ധനയുണ്ട്. കുട്ടികളെ തനിയെ കുളത്തിൽ ഇറക്കാൻ പാടില്ല. ഇപ്പോഴും നിരവധി തീർത്ഥാടകരാണ് അയ്യപ്പ ദർശനത്തിന് ശേഷം ആചാരത്തിന്റെ ഭാഗമായി ഭസ്മക്കുളത്തിലേക്ക് എത്തുന്നത്. ദർശനത്തിന് മുൻപാണ് പമ്പാ സ്നാനമെങ്കിൽ 18ാം പടി കയറി അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയും കണ്ട ശേഷമാണ് ഭക്തർ ഭസ്മക്കുളത്തിലേക്ക് എത്തുക. സോപ്പും എണ്ണയും അതുപോലുള്ള വസ്തുക്കളും ഭസ്മക്കുളത്തിൽ ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ട്. ശരീരമാസകലം ഭസ്മം പൂശി സ്നാനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തരും കുറവല്ല. ജലക്രമീകരണവും ജലസുരക്ഷയും ദേവസ്വം അധികാരികൾ ദിവസവും നടത്താറുണ്ട്. കുളത്തിലെ വെള്ളം മലിനപ്പെടാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.